ഹായ് ഓൾ. അയർലൻഡിലേക്ക് MSc നഴ്സിംഗ് പഠിക്കാനായി പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? വെറും 20,000 യൂറോയും കൊണ്ട് അയർലൻഡിൽ MSc നഴ്സിംഗ് പഠിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ മഞ്ജു. ഓൾറെഡി ഞാൻ അയർലൻഡിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് എങ്ങനെയാണ് MSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി കാണുക. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അയർലൻഡിൽ MSc നഴ്സിംഗ് പഠിക്കുന്നതിന് യഥാർത്ഥത്തിൽ എത്ര ചിലവ് വരും. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പല ഏജൻസികൾ പറയുന്നത് ഓക്കെ ഓൺലി 18 lakhs അല്ലെങ്കിൽ വെറും 15 to 18 lakhs കൊണ്ട് നമുക്ക് ഫുൾ എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റും എന്ന രീതിയിലൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു നിഗമനത്തോടെ ഇവിടെ എത്തുന്ന പല സ്റ്റുഡൻസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പലപ്പോഴും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഈ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ജസ്റ്റ് അവരുടെ ഒരു ഫീ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. അത് മാത്രമല്ല വേറെ കുറേ ഹിഡൻ കോസ്റ്റുകൾ ഉണ്ട് എന്ന് പലപ്പോഴും കുട്ടികൾ അറിയുന്നത് ഇവിടെ വന്നു കഴിയുമ്പോഴാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. നമ്മുടെ യഥാർത്ഥത്തിൽ നമുക്ക് എത്ര ഫീസ് ആവും, എന്തൊക്കെയാണ് നമ്മുടെ ബാക്കിയുള്ള ഹിഡൻ കോസ്റ്റ്, നമുക്ക് ഇവിടെ അയർലൻഡിൽ നഴ്സിംഗ് പഠിക്കുന്നതിന് എന്തെങ്കിലും സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുണ്ടോ, പിന്നെ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുമ്പം എങ്ങനെ ചൂസ് ചെയ്യും, ഏതൊക്കെയാണ് ലോ കോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, പിന്നെ നമുക്ക് ഫീ ഒക്കെ എങ്ങനെയാണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ആദ്യം തന്നെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ട്യൂഷൻ ഫീസിൻ്റെ കാര്യത്തിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ട്യൂഷൻ ഫീസ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഈക്വൽ ആയിരിക്കുകയില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ ദി യൂണിവേഴ്സിറ്റി, ഡിപ്പെൻസ് അപ്പോൺ ലൊക്കേഷൻ. പിന്നെ നമ്മുടെ MSc തന്നെ നമുക്കറിയാമല്ലോ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളുണ്ട്. മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, പീഡിയാട്രിക്സ്, പിന്നെന്താണ് മെഡ്സർജ്, പിന്നെ അതുപോലെ തന്നെ MScയിൽ നമ്മൾ ഏതാണോ സ്പെഷ്യലൈസേഷൻ കോഴ്സ് എടുക്കുന്നത് അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തും നമ്മുടെ കോഴ്സ് ഫീ വേരി ചെയ്യും. ഓക്കെ, അപ്പം ഇപ്പം നമുക്കൊരു 2-3 കോളേജുകളായിട്ട് നമുക്കൊരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഞാനിതിൻ്റെ ടേബിളായിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാവും. ഓക്കെ, അപ്പം കമ്പാരിസൺ അപ്പം അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം അയർലൻഡിലെ തന്നെ കുറച്ച് ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, അതായത് ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ, യൂണിവേഴ്സിറ്റി കോളേജ് കോർക്ക്, യൂണിവേഴ്സിറ്റി കോളേജ് ഗാൾവേ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്, ഇതിനെയൊക്കെയാണ് നമ്മളിന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് കോർക്കിൽ നോർമലി വരുന്ന ഒരു 20,100 യൂറോ ആണ് അവിടുത്തെ ട്യൂഷൻ ഫീസായിട്ട് വരുന്നത് നോൺ EU ആപ്ലിക്കൻസിന്. അതുപോലെ തന്നെ അവിടെ നമുക്ക് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലാണ് ഇപ്പോൾ നമ്മൾ MSc എടുക്കുന്നതെങ്കിൽ ഒരു 14,000 യൂറോ ഒക്കെ നമുക്ക് ആവുള്ളൂ ചിലവ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇൻറ്റൻസീവ് കെയർ നഴ്സിംഗിലൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇൻറ്റൻസീവ് കെയർ നഴ്സിംഗ് ആണെങ്കിൽ 15,000 സംതിങ്. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിലാണെങ്കിൽ 16,000. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ഗോൾവേയിലാണെങ്കിൽ ഇൻറ്റൻസീവ് കെയറിലേക്ക് 18,000 1 ഇയറിലേക്കാവും. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റീസിലും ഈ MSc നഴ്സിംഗ് 1 to 2 ഇയർ കോഴ്സാണ്. ബട്ട് ചില യൂണിവേഴ്സിറ്റീസിൽ ഇത് 1 ഇയർ കോഴ്സാണ്, ചിലയിടത്ത് ഇത് 2 ഇയർ കോഴ്സാണ്. അത് യൂണിവേഴ്സിറ്റി അനുസരിച്ച് അതും വേരി ചെയ്യും. അപ്പോൾ അങ്ങനെയും നമ്മുടെ ഫീസിൽ മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, പിന്നെ യൂണിവേഴ്സിറ്റി ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ MSc നഴ്സിംഗ് 1 ഇയർ ഫുൾ ടൈം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 22,000 സംതിങ് നമുക്ക് ആകും. ഓക്കെ, പക്ഷേ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ എപ്പോഴും ചെക്ക് ഇൻ ചെയ്ത്, ഇതൊക്കെ ജസ്റ്റ് ഒരു ആവറേജ് റേറ്റ് ആണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ലിമറിക് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 14,000 to 18,000 യൂറോ ആണ് നമുക്ക് വരുന്നത് 1 to 2 ഇയറിലേക്ക്. ഓക്കെ, അപ്പം അതാണ് എൻ്റെ ഒരു ഫൈൻഡിങ്സ് ആയിട്ട് ഞാൻ പറയുന്നത്. ഇത് ഒരിക്കലും ഒരു ആക്ച്വൽ നമ്പറാണെന്ന് ഞാൻ ഒരിക്കലും വാദിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്താണെങ്കിലും നിങ്ങൾ പോയി ചെക്ക് ഇൻ ചെയ്യുക. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഓൾവേസ് നമ്മൾ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുമ്പം നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ യൂണിവേഴ്സിറ്റീസ് എനിക്ക് സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുമോ, ഇവിടെ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, പിന്നെ എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷനായിട്ട് എനിക്ക് ഫീ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടോ, പിന്നെ എൻ്റെ ചോയ്സിനനുസരിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ ഈ യൂണിവേഴ്സിറ്റീസിലുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷന്, അതായത് നമ്മളിപ്പോൾ ഒരു സിറ്റി സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു രീതിയിൽ ലിവിങ് എക്സ്പെൻസ് ആവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് വേണം നമ്മുടെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ട്യൂഷൻ ഫീസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഹിഡൻ കോസ്റ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും, എന്താണ് ഈ ഹിഡൻ കോസ്റ്റ്? ഹിഡൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്കുള്ള അഡീഷണൽ എക്സ്പെൻസ്, വിസ ആപ്ലിക്കേഷൻ, പിന്നെ അക്കോമഡേഷൻ ഡിപ്പോസിറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹെൽത്ത് ഇൻഷുറൻസ്, കോഴ്സ് ബുക്സ് ആൻഡ് മെറ്റീരിയൽ ഫീ, അഡീഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഫീ, പിന്നെ എന്താണ് മൊബൈൽ എക്സ്പെൻസ്, എമർജൻസി എക്സ്പെൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹിഡൻ എക്സ്പെൻസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡെയിലി ലിവിങ് എക്സ്പെൻസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഈ അയർലൻഡിലെ ഏറ്റവും വലിയ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ അക്കോമഡേഷൻ എക്സ്പെൻസ് തന്നെയാണ്. അതായത് നമ്മുടെ മന്ത്ലി റെൻറ്റ്. അപ്പോൾ നമ്മളിപ്പം സ്റ്റുഡൻസ് ഒക്കെ മിക്കവാറും ഷെയർഡ് അക്കോമഡേഷനിലായിരിക്കും. ഷെയർഡ് അക്കോമഡേഷൻ ആകുമ്പോൾ നമുക്കൊരു 600 to 1000 euro ആണ് നമ്മുടെ ഒരു ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡബിളിലാണെങ്കിൽ കുറച്ചുകൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഷെയർഡ് അക്കോമഡേഷൻ ആകുമ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു റേറ്റിനൊക്കെ കിട്ടും. ഇത് തന്നെ വിത്ത് ഇൻക്ലൂഡിങ് ബിൽസും ചിലപ്പോൾ നമുക്ക് കിട്ടും, ചിലതൊക്കെ എക്സ്ക്ലൂഡിങ് ബിൽസും ആയിരിക്കും റെൻറ്റ് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഗ്രോസറി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്കൊരു 200 euro, 200 അല്ലെങ്കിൽ 250, 350 ഒക്കെ ഫുഡ് ആൻഡ് ഗ്രോസറീസ് ആകാം. പിന്നെ നമ്മുടെ ഫോൺ ബിൽസ്, പേഴ്സണൽ ബിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്കൊരു 100 to 200 euro. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് ലീവ് കാർഡിന് അപ്ലൈ ചെയ്യാം. സ്റ്റുഡൻറ്റ് ലീവ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഡൾട്ട്സിനേക്കാൾ നമുക്ക് കുറഞ്ഞ നിരക്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. അത് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ആയിട്ട് ഗവൺമെൻറ് തരുന്ന ഒരു കാർഡാണ്. അപ്പോൾ അത് നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോൾ കാണിച്ച് നമുക്ക് കുറച്ചുകൂടെ പൈസ കുറച്ച് നമുക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു എത്രയാണ് 70 to 120 euro ഒക്കെ നമുക്ക് മതി ട്രാൻസ്പോർട്ടേഷന് വേണ്ടി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ വേറെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ ഒരു പൈസ. ഓക്കെ, ഇനിയാണ് നമ്മൾ കാത്തിരിക്കുന്ന ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നത്. ഇപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും ടോട്ടൽ എത്ര എക്സ്പെൻസ് ആകുമായിരിക്കും എനിക്ക് ഇവിടെ വരുമ്പോൾ, അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് ഏകദേശം ഒരു ആവറേജ് ഫിഗർ നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിനൊക്കെ ആയിട്ട് ഒരു റൗണ്ട് ഫിഗറാണ് എടുക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് ട്യൂഷൻ ഫീസ് ആയിട്ട് 20,000, അക്കോമഡേഷൻ ഫീസ് ആയിട്ട് 9,600 ഒരു വർഷത്തേക്ക്, ഫുഡ് ആൻഡ് എക്സ്പെൻസ് 3,000 ഫോർ ആൻ ഇയർ, transportation 1,200 for an year, health insurance 300 for an year, visa expense 150 euro, and flight ticket depends upon the time അനുസരിച്ച് വേരി ചെയ്യും. അപ്പം നമ്മൾ ഏതായാലും കാൽക്കുലേഷനിൽ ഇപ്പോൾ തന്നെ ഒരു 800 വെച്ച് ഫിക്സ് ചെയ്യാം, 800 euro. അപ്പം ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി നോക്കുമ്പം നമുക്ക് ടോട്ടൽ വരുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 35,000 സംതിങ് euro ആണ്. അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ 35,050 euro നമുക്ക് വരുന്നുണ്ട് ടോട്ടൽ എക്സ്പെൻസ്. അതായത് 20,000 euro ആയിരുന്നു നമ്മുടെ ട്യൂഷൻ ഫീസ്. നമുക്ക് 15,000 euro എക്സ്ട്രാ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള എക്സ്പെൻസിനും കാര്യങ്ങൾക്കെല്ലാം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അയർലൻഡിലേക്ക് നേഴ്സിങ്ങിന് നമ്മൾ പ്ലാൻ ചെയ്യാൻ വരുവാണെങ്കിൽ 20,000 euro മതി, ഇത് മാത്രമാണ് എൻ്റെ എക്സ്പെൻസ് എന്ന തെറ്റിദ്ധാരണയോടെ ആരും ഇങ്ങോട്ട് വരരുത്. കാരണം നമുക്കിവിടെ നല്ല രീതിയിൽ ലിവിങ് എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ അയർലൻഡിലേക്ക് MSc നഴ്സിങ്ങിനായിട്ട് നമ്മൾ കയറി വരാവുള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ പലരുടെയും മനസ്സിൽ കൂടെ പോകുന്നതായിരിക്കും, അതിനെന്നാ ചേച്ചി ഞങ്ങൾക്ക് അവിടെ ചെന്നാൽ പാർട്ട് ടൈം ജോബൊക്കെ കിട്ടില്ലേന്ന്. ശരിയാണ്, പാർട്ട് ടൈം ജോബ് നിങ്ങൾക്ക് കിട്ടും. പാർട്ട് ടൈം ജോബ് വെച്ച് നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ട്യൂഷൻ ഫീയുടെ കാര്യത്തിന് ഒരിക്കലും നമ്മൾ പാർട്ട് ടൈം ജോബിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം നമുക്കത്
അത്രയും വലിയൊരു ഇൻകം നമുക്ക് ഒരിക്കലും പാർട്ട് ടൈം ജോബിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുകയില്ല. നമ്മുടെ ഡെയിലി എക്സ്പെൻസിനൊക്കെ നമുക്ക് പാർട്ട് ടൈം ജോബിനെ ഡിപ്പെൻഡ് ചെയ്യാമെന്നല്ലാതെ നമ്മുടെ ട്യൂഷൻ ഫീസിന് ഒരിക്കലും നമുക്ക് പാർട്ട് ടൈം ജോബിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുകയില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മൾ ഓൾവേസ് നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ സ്കോളർഷിപ്പ് ഉണ്ടോ എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക. കാരണം ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ വെരി സ്മോൾ എമൗണ്ട് ഓൾസോ ദാറ്റ് ക്യാൻ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ അവർ ടോട്ടൽ ഫീസ് സ്ട്രക്ചർ കേട്ടോ. അത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് നോക്കുമ്പോൾ നല്ല രീതിയിലൊരു കുറവ് തന്നെ നമുക്ക് അനുഭവപ്പെടാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റീസ് വളരെ ചീപ്പായിട്ട് നമുക്ക് ചില ലൊക്കേഷനിലൊക്കെ അയർലൻഡിൽ ഈസ്റ്റ് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ കിട്ടും. പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കോഴ്സ് ചിലപ്പോൾ അവിടെ കാണണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജോബ് പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും അവിടെ കാണണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിട്ട് വേണം യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അയർലൻഡിലേക്ക് MSc നഴ്സിംഗ് പഠിക്കാനായി പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ അയച്ചു കൊടുത്തോളൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റീസ് ആണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.